നേടിയതിലൊന്നും തൃപ്തി വരാതെ പിന്നെയും വെട്ടിപ്പിടിക്കാനുള്ള പാഷനൊക്കെ എനിക്ക് എന്നേ ഇല്ലാതായി. കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നിലനിന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇപ്പം ഫാമിലി ലൈഫിൽ കുറേ ട്രാജഡീസ് ഉണ്ടായിരുന്നു. 5 കൊല്ലം മുമ്പ് ഭാര്യ മരിച്ചത്. അതിൻ്റെ പിറ്റേ കൊല്ലം ഒരു ആക്സിഡന്റിൽ മകനും പോയി. ഹി വാസ് ഓൺലി 26. ഇനി ആകെ ഉള്ളതൊരു മകളാണ്, പവിത്ര. ബിസിനസിന്റെ എല്ലാ ട്രിക്സ് ആൻഡ് ടേൺസും അറിയാവുന്ന ഒരാളാവണം അവൾക്ക് ലൈഫ് പാർട്ട്ണറായി വരേണ്ടത്. അതെനിക്ക് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ഞാനായിട്ടുണ്ടാക്കിയതൊക്കെ നിലനിൽക്കൂ. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ, തോന്നലുകൾ, അതെന്നും എനിക്ക് ലൈഫിൽ ഗുണമായി വന്നിട്ടുണ്ട്. അത്തരമൊരു തോന്നലിൻ്റെ പുറത്ത് ചോദിക്കുക, ക്യാൻ യു മാരി മൈ ഡോട്ടർ? സർ, നമ്പ്യാർ എനിക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അതങ്ങനെ അല്ലെന്ന് മനസ്സിലായത് അയാൾ ഞാനുമായി ക്രോയ്ഡൻ ഹൈ സ്ട്രീറ്റിലെത്തിയപ്പോൾ. ഒരു രസമുള്ള കാഴ്ച കാണിക്കാനാണ് തന്നെ ഞാനിവിടെ കൊണ്ടുവന്നത്. 5000 മില്യൺ പൗണ്ടിന്റെ ആസ്തിയുള്ള ബിസിനസ് എംപയറിന്റെ ഏക അവകാശിയാണ് ആ തെരുവിൽ തെണ്ടുന്നത്. ഇവളാണോ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ചാരിറ്റീനും ലിറ്ററേച്ചറിനുമൊക്കെ പറഞ്ഞ് ഇവള് കാണിക്കുന്ന ഈ വട്ടുകൾ പിന്നെയും ടോളറേറ്റ് ചെയ്യാം. പക്ഷേ ഇത് കണ്ടോ, കേരളത്തിലെ ഒരു യുവകവി സുരേന്ദ്രൻ കാഞ്ഞാണി, എൻ്റെ മകളുടെ എക്സ് ബോയ് ഫ്രണ്ട്. ഒരിക്കൽ പോലും നേരിൽ കാണാതെ ഏതോ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലൂടെ തുടങ്ങിയ ബന്ധം കുറച്ചുനാൾ മുമ്പ് വരെ ഇവന്റെ കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞു നടന്നതാണ് അവൾ. തനിക്കറിയാമോ, അന്നൊക്കെ ഇവന്റെ ഈ രൂപം സ്വപ്നം കണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുമായിരുന്നു. സുരേന്ദ്രൻ എഴുതിയ ഒരു കവിതയുടെ വൃത്തത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ അവർ തമ്മിൽ ഇപ്പം ടോട്ടലി അകന്നിരിക്കുക. ഈ സമയത്ത് വേണം എനിക്ക് തൻ്റെ കാര്യം അവളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ. ബട്ട് ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു നോ യുവർ ആൻസർ. അതിപ്പോ സർ ഇത്ര പെട്ടെന്ന് നോ ഇപ്പോൾ ഉടൻ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. യു കൻ ടേക്ക് യുവർ ഓൺ സ്വീറ്റ് ടൈം. സ്കോട്ട്ലൻഡിലെ 3 ഡിസ്റ്റിലറീസ് അടക്കം നമ്പ്യാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് 5000 മില്യൺ പൗണ്ടിന്റെ ആസ്തിയുള്ള ബിസിനസ് എംപയറിന്റെ ഏക അവകാശം. അവളിനി സുരേന്ദ്രൻ കാഞ്ഞാണിയുടേതെന്നല്ല, ഏത് നാറിയുടെ മുൻകാമുകയായിരുന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. നമ്പ്യാരോട് ആലോചിച്ച് പറയാമെന്നൊക്കെ വെറുതെ ഒരു ജാടയ്ക്ക് പറഞ്ഞെങ്കിലും അന്ന് രാത്രിയും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ നമ്പ്യാരെ വിളിച്ച് എന്റെ സമ്മതം അറിയിച്ചു. എന്റെ ഉത്തരം എന്തായിരിക്കുമെന്ന് എന്നേക്കാൾ ഉറപ്പ് നമ്പ്യാർക്കുള്ളതുകൊണ്ടാവാം എന്റെ മറുപടി അങ്ങേരിൽ പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്പ്യാർ സന്തോഷം കൊണ്ട് മതിമറക്കുന്നതിന് ഞാൻ സാക്ഷിയായി. ഇപ്പൊ എനിക്ക് ഉറപ്പായുള്ളൂ ഇത് നടക്കും. അല്ലെ പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും ഒരു കാര്യവുമില്ലാതെ അതിനെയൊക്കെ എതിർത്തുന്ന പെൺകൊച്ച് ഇക്കാര്യം പറഞ്ഞപ്പോൾ കുറച്ചു നേരം നിന്ന് ചിരിച്ചതല്ലാതെ ഒരു അക്ഷരം ഒബ്ജക്ഷൻ പറഞ്ഞില്ലല്ലോ. അതെന്തിനാ സർ ചിരിച്ചത്? അത് അവളോട് ചോദിക്കണം. എടോ,
ഏതായാലും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പങ്ക് താനുമൊത്ത് സ്പെൻഡ് ചെയ്യണമെന്ന് അവൾ പറഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. അതെന്തിനായിരിക്കും സർ? മെയിൻലി താൻ എങ്ങനെയുള്ള ഒരുത്തരാണെന്ന് മനസ്സിലാക്കാനാവും. എനിവേ യുവർ ഡേ വിത്ത് ഹർ ഇസ് വെരി ക്രൂഷ്യൽ, സോ മേക്ക് ഇറ്റ് ഗുഡ്. നിർണായകമെന്ന് നമ്പ്യാർ പറഞ്ഞ ആ പകലിലൂടെയാണ് ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഏതർത്ഥത്തിലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായി ഈ ദിവസം മാറിയേക്കാം. ആസ് ഐ സെഡ്, ദിസ് ഇസ് ഡെഫിനറ്റ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേ ഓഫ് മൈ ലൈഫ്. And have you met with the bankers? Go meet them. മോർണിംഗ് സർ. മോർണിംഗ് വിജയ്. കോഫി? നോ സർ, ഐ എം ഓൾറെഡി ലേറ്റ്. കുമാറിനെ ഓർമ്മയില്ലേ വിജയ്ക്ക്? പിന്നെ മോളിത് അവിടെ ഉണ്ടാവും, അവിടെ അമ്മയുടെ മേറ്റിൻ്റെ അടുത്ത്. ഹായ്. ഹായ്, ഐ എം വിജയ് ദാസ്. ഐ എം പവിത്ര. ഡാഡി പറഞ്ഞു കാണുമല്ലോ അല്ലേ? യാ, ഹി ടോൾഡ് മീ. ബട്ട് വിജയ്, ഡാഡി പറഞ്ഞിരുന്നത് നിങ്ങൾ 10 o'clock എത്തുമെന്നായിരുന്നല്ലോ. എന്നിട്ടിതിപ്പം ഐ ഓൾവേസ് ലൈക്ക് ദിസ് ഓർ ദിസ് ജസ്റ്റ് വൺ ഓഫ്? അയ്യോ അതല്ല, യുനോ ഓടി വന്നപ്പോ ലേറ്റ് ആയി പോയി. സോറി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ. ബൈ ദ വേ പവിത്ര, എനിക്കും ഈ ചാരിറ്റിയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഒന്നിനും അങ്ങോട്ട് ടൈം കിട്ടാറില്ല. ഓ റിയലി? യാ. എങ്കിൽ ഇത് ഞങ്ങളുടെ പിങ്ക് ഡേ സെലിബ്രേഷൻസിന്റെ കൂപ്പണ. വിജയിൽ നിന്ന് തന്നെ ആവട്ടെ സ്റ്റാർട്ടിങ്. ഷോ. ഒട്ടും കുറച്ചിട്ടില്ല, 1000 pounds ആണ്. എത്ര? 1000 pounds. പിന്നെന്താ, വൈ നോട്ട്? ഇതിന്റെ പൈസ ഞാൻ എങ്ങനെ? ഏയ് അത് സാരമില്ല, ഇന്ന് പോകുന്നതിന് മുമ്പ് ഞാനത് മറക്കാതെ വാങ്ങിച്ചോളാം.